ബാവേ ഞാൻ എന്നെ കുറെ ദിവസമായിട്ട് ഒന്ന് കാണണമെന്ന് വിചാരിക്കണേ. എന്താടാ? പിന്നെ ഞാൻ ഒരു ഓട്ടോറിക്ഷ എടുത്താലോ എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടാണ്. അപ്പൊ എന്നോടൊക്കെ ഒരു അഭിപ്രായം ചോദിക്കാൻ വെച്ചിട്ടാണ്. എന്താ സ്ഥിതി, എന്താ എന്റെ അഭിപ്രായോ? വണ്ടിയോ? ഈ ഇലക്ട്രിക് വണ്ടി എടുക്കണേ? അല്ല, ഡീസൽ വണ്ടി നോക്കാ വെച്ചിട്ടേ. അല്ല ഇപ്പൊ പോണ പണി എന്തേ? ഇല്ല, അത് ഞാൻ ഒഴിവാക്കാന്ന് വിചാരിച്ചു ഇങ്ങനെ നിൽക്കുന്നത്. ആ പണിക്ക് ഞങ്ങൾക്ക് എത്ര രൂപ കിട്ടേനി? അതിന് പോയാലിപ്പോ എനിക്ക് മാസം ഒരു 10-15 ഉറുപ്പ് കിട്ടും. മാസം 15 രൂപ കിട്ടുന്ന പണിക്കാ ഇത്രയും കാലം പോയിന്. അതിന് നല്ല ഓട്ടോറിക്ഷ എടുത്ത് ഇറങ്ങാ. ഇതെന്തായാലും മാസം ഒരു 25 രൂപ 30 രൂപ എന്തായാലും കിട്ടും. മാസം 30,000 കിട്ടുമോ? ഇതൊന്നും ആരും പറഞ്ഞു തരില്ല കേട്ടോ. ഞാൻ ഏതായാലും ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി കിട്ടുമോ നോക്കട്ടെ. എന്നാ ശരിയാ. ഇതിനെ വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഇതേ ഈ ഡീസലൊക്കെ അടിക്കണമല്ലോ. ഇപ്പം ഡീസൽ വിഭാഗത്തിൽ ഒരു 5-8,000 ഉറുപ്പ്യ എനിക്ക് മാസം അത് കാണണം. പിന്നെ വണ്ടിൻ്റെ മെയിൻ്റനൻസ്, നമ്മൾ ടയർ റീസോളിങ്, പിന്നെ അതേമാതിരി ഓയിൽ ചേഞ്ച് എന്ന് വേണ്ട കുറച്ച് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് കഴിച്ചാലും ഒരു 3-4 ഉറുപ്പ്യ മാസം അത് കാണണം. പിന്നെ കൊല്ലത്തിൽ വരുന്ന ടാക്സ്, ഇൻഷുർ, ബ്രേക്ക് എടുക്കൽ, പിന്നെ അതേപോലെ ഇടയ്ക്ക് നമ്മളെ കഷ്ടകാലത്തിന് പറഞ്ഞാൽ എവിടെയെങ്കിലും ക്യാമറയിലോ മറ്റോ കുടിയൊക്കെ ആണെങ്കിൽ പോലീസുകാരെ ഭാഗം അതിൻ്റെ ഫൈന് കാര്യങ്ങൾ അറിഞ്ഞിട്ട് അത് ഇങ്ങനെ വേണ്ട കുറച്ച് കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് കിട്ടോ. ഇതൊക്കെ കഴിച്ചിട്ട് കേട്ടോ നമുക്ക് ഒരേ കൊണ്ടാ ഉണ്ടാവുള്ളൂ കേട്ടോ. അതോ നമുക്ക് ഓർമ്മ വേണോ? ഇങ്ങനൊക്കെ ഉണ്ടോ? പിന്നെ എന്താ നമുക്ക് ബാക്കി ഉണ്ടാവുക? അതെന്നാ പറഞ്ഞേ? ഇതൊന്നും ആരും പറഞ്ഞു തരില്ല കേട്ടോ. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. എന്നാ ശരിടാ. ഓക്കെ. ഇവർക്കൊന്നും വേറെ പണിയില്ലേ? ഞങ്ങൾ തന്നെ ഇപ്പോൾ ഈ പണി ഒഴിവാക്കി വേറെന്താ പണിക്ക് പോയാലോ എന്ന് ആലോചിക്കുക. അല്ല അന്നേരം ഓരോരുത്തന്മാരുള്ള നല്ല പണി ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വരുന്നേ. വല്ലാത്തൊരു കഥ.